ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നൈറ്റ് ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എനിക്കപ്പോൾ ഇന്ന് നൈറ്റാണ്, ഇന്നലെ നൈറ്റായിരുന്നു. അപ്പോൾ ഇന്നും നാളെയും നൈറ്റാണ്. നൈറ്റ് ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മഴയുടെ ക്ലൈമറ്റ് ഉണ്ട്, അത് കാരണം മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയത് കാരണം അച്ഛൻ എന്നെ എപ്പോഴും കൊണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന വഴിയിൽ ഭയങ്കര പട്ടിയായിരിക്കും, പട്ടിയുടെ ശല്യമാണ്. അതുകൊണ്ട് നൈറ്റിൽ അച്ഛൻ കൊണ്ടാക്കും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുഴഞ്ഞ വരുന്നെങ്കിൽ അച്ഛൻ വിളിക്കാനും വരും. ഇന്നലെ അച്ഛനാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു. കേട്ടോ എങ്ങനെ അമ്മ ഞാൻ വന്ന ഇതേപോലെ തന്നെ ഞാൻ ഒരുങ്ങി കിട്ടി ഭയങ്കര സന്തോഷത്തിലൊക്കെ. അപ്പോൾ എനിക്ക് എപ്പോഴും പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ദൈവമേ, ഒരു ക്രിട്ടിക്കൽ പേഷ്യൻ്റ്. അപ്പം ICUലായിരുന്നു ഇന്നലെ. ടോട്ടൽ 7 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഭഗവാനെ, അങ്ങോട്ട് കയറിയതും അറിയാം ഇറങ്ങിയതും അറിയാം. എന്താ അവിടെ ഉണ്ടായതൊന്നും എനിക്കറിയത്തില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അമ്മേനെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ പെട്ടെന്ന് വെള്ളമൊക്കെ ചൂടായിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അച്ഛൻ വിളിക്കാൻ വന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് നേരെ വന്ന് ഒറ്റ കടത്ത് വരുന്നത്. അമ്മമായിട്ട് എത്ര മണിക്കാണ് എഴുന്നേറ്റ? 2 മണിക്കാണ് എഴുന്നേറ്റ. ഫുഡും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല, ഒറ്റ കിടത്താം. പിന്നെ അമ്മ എന്തൊക്കെയോ ഇലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച്. എന്തിലയായിരുന്നതൊക്കെ? എന്തുവാ? പുളിയിലയൊക്കെ ഇട്ട്. അത് നമുക്ക് ശരീരവേദനയൊക്കെ നല്ലതാണ്. അയ്യോ, ഇനി ഇന്ന് എന്താവുമെന്ന് കണ്ടറിയാം. ഇതിൽ എനിക്ക് 7:30 തുടങ്ങുന്നത്. ഞാൻ 6 മണി തൊട്ടേ ഒരുങ്ങിയിരിക്കുക. എനിക്കങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വെപ്രാളവും ടെൻഷനും ഒക്കെ ആയിരിക്കും. ഞാൻ നേരത്തെ ഒരുങ്ങി നിൽക്കും. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ മുഹൂർത്തത്തിൽ ഒരുങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ ഒരുങ്ങി നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും. അച്ഛനിവിടെ കറങ്ങി കളിക്കും കേട്ടോ കൊണ്ടാക്കാനായിട്ട്. അച്ഛനെൻ്റെ അവൻ്റെ അപ്പുറത്തെ വെപ്രാളമാണ്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ തന്നെ വണ്ടിയൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് പോകും. അച്ഛനുമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. അപ്പോൾ അതിനകത്തൊരു ഒരു ചേട്ടനാണെങ്കിൽ കമൻറ്റ് ചെയ്തതാണ്, ജോർജ് സാറിനെ പോലെ ഇരിക്കുന്നതെന്ന്. ജോർജ് എന്നല്ലേ, മറ്റേ തുടരും മൂവിയിലെ മറ്റേ പോലീസുകാരനില്ലേ, അതുപോലെ ഇരിക്കുന്നത് അച്ഛനൊക്കെയാണ്. ആ കമൻറ്റ് ഇട്ടതോടെ അച്ഛൻ ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനും വരുന്നില്ല. എൻ്റെ വീട്ടുകാർ എങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ആരെങ്കിലും, നെഗറ്റീവ് അല്ല, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ പിന്നെ വരത്തില്ല വീഡിയോ എടുക്കാനായിട്ട്. എനിക്ക് എന്തോരം കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്നോടാണെങ്കിൽ കുറച്ച് പേരാണെങ്കിൽ പറയും, ചില ഷോർട്സൊക്കെ ഇടാൻ നേരത്തെ പറയും ചിരി കാണാൻ നല്ല രസമാണ്. കുറച്ച് പേരാണെങ്കിൽ പറയും ചിരിക്കരുതേ, ചിരിക്കുവാണെങ്കിൽ ഫുള്ള് പല്ല് കാണും, ചിരിക്കരുതേന്ന്. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് പറയട്ടെ, എനിക്ക് വീഡിയോ എടുക്കുവാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ട് ചിരി വരും. എനിക്കിങ്ങനെ ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എനിക്ക് ആരെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആരെങ്കിലും കാണുന്നു, ഞാനാണെങ്കിൽ ഇങ്ങനെ ചിരിക്കും. എനിക്കങ്ങനെ ചിരിച്ചാലേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വന്ന് എനിക്ക് ഒരു ഇത് കിട്ടത്തില്ല. എന്തോ ഭയങ്കര ജാടയാന്ന് പോലെ തോന്നും. ഞാനങ്ങനെ ആയിപ്പോയി. എൻ്റെ പല്ല് കാണും. എന്താ ഗൈസ്, എൻ്റെ പല്ലിന് വല്ല കുഴപ്പമുണ്ടോ? നല്ല ശരിയല്ല അമ്മ. ആ കാലൊന്ന് കാണിച്ചേ. എൻ്റെ ചെരുപ്പ് ഇരുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. എനിക്ക് എന്തെങ്കിലും ചെരുപ്പ് മേടിക്കുവാണെങ്കിൽ അത് ഉടനെ അമ്മയ്ക്ക് വേണം. എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ അത് ഉടനെ അമ്മയ്ക്ക് വേണം. എൻ്റെ സെയിം സൈസ് തന്നെ ആയിട്ട് എൻ്റെ അമ്മക്കും. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും മാറി തിരിഞ്ഞോ ഡ്രസ്സൊക്കെ ഇടുന്നത്. അതുകൊണ്ടിട്ട് എനിക്ക് ഒത്തിരി കുർത്തി ടോപ്പ് ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നേരത്തെ ചിലരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീഡിയോസിന് വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇടുവാണോ എന്ന്. ഇതെല്ലാം എൻ്റെ സ്വന്തം ഡ്രസ്സാണ്. എനിക്ക് ഇതിന് മാത്രം ഡ്രസ്സ് ഉണ്ടായിരുന്നോ എന്ന്. എനിക്ക് ചെറുതാകുന്ന ടോപ്പൊക്കെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും കേട്ടാ. എന്നുവെച്ചാൽ എൻ്റെ സ്വന്തമായിട്ടുള്ളവർക്ക്. അല്ല, ഞാൻ ഇട്ട ഡ്രസ്സ് ഇങ്ങനെ യൂസ് ചെയ്തത് ഇങ്ങനെ വേറെ ആർക്കും കൊടുക്കുമല്ലോ കേട്ടാ. എൻ്റെ ഇളയ കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവളുമാർക്ക് ഞാൻ കൊടുക്കും, എനിക്ക് ചെറുതാന്നൊക്കെ. അതേപോലെ എൻ്റെ ചേച്ചിമാർക്ക് ചെറുതാന്നൊക്കെ എനിക്കും തന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെയൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യും. എന്താണ് ഇനി എൻ്റെ ചെരുപ്പില്ല കേട്ടാ, കണ്ണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അതായിരിക്കും അടിച്ചു മാറ്റാൻ പോകുന്നത്. ഞാൻ ഈയിടെ വാങ്ങിയ ഒരു ചെരുപ്പ് എനിക്കിന്ന് 2 ആഴ്ച എങ്ങാണ്ടേ ആയിട്ടുള്ളൂ കേട്ടാ.
അതുടനെ അത് കൈക്കലാക്കി. അതിപ്പോൾ അത് ഇട്ടുണ്ടോ നടത്താം. അതേപോലെ ഇന്ന് എനിക്ക് ഈ ചെരുപ്പ് എനിക്ക് ഇന്നാണ് കിട്ടിയത്, ഞാൻ ഓർഡർ ചെയ്തിട്ട്. ഇനി അതിനകത്താ കണ്ണും വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കത്തേ ഉള്ളു. എന്താകുമെന്ന് തമ്പുരാനറിയാം. നല്ലതായ മതിയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ അകമാണ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അതൊക്കെ മോശമല്ലേ. നമ്മൾ ആ ഒരു പ്രൈവസി അവിടെ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഫ്രഷായി, ഇനി കഴിക്കണം, ഉറങ്ങണം. ഇത് നമുക്ക് സ്പെഷ്യല് ചക്ക വെച്ചിട്ടുള്ള ഒരു കുഴിയപ്പം, പിന്നെ പാലും. ചക്കയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇതായിട്ട് കിട്ടാനായിട്ട്, എന്ന് വെച്ചാലും പ്ലാവൊന്നുമില്ല. അന്നേരം ഇങ്ങനെ വിറ്റ് വരുമ്പോഴാണ് നമ്മൾ ചക്ക വാങ്ങുന്നത്. അതാണ് ചക്കയോടൊക്കെ ഭയങ്കര ആക്രാന്തം, എന്താണെന്ന് അറിയത്തില്ല, കിട്ടാത്ത സാധനമായിട്ട്. ഓഫാക്കട്ടെ ലൈറ്റ്. കൊള്ളാം. നന്നായിട്ട് കിടന്നുറങ്ങി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഉറങ്ങത്തില്ലേ, അത് നമ്മൾ ഈ ബോധം കിട്ടും ഉറങ്ങും. അയ്യോ, ഇന്ന് പിന്നെ നൈറ്റ് ഡ്യൂട്ടി. ഇന്നലെ 12 മണിക്ക് റെസ്റ്റ് എടുക്കാൻ പോയിട്ട് 2 മണിക്ക് വന്നു. അതുവരെ 2 മണിക്കൂർ ഉറങ്ങിയതൊന്നുമില്ല, ഉറക്കവും വന്നില്ല. എനിക്കിങ്ങനെ പറയട്ടെ,
കിട്ടുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരത്തില്ല, അല്ലാതെ ഈ പേഷ്യൻസിനെ നോക്കിയിരിക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. പണ്ടും അങ്ങനെയായിരുന്നു. പഠിക്കാൻ ബുക്ക് തുറന്ന് അപ്പോൾ ഉറക്കം വരും, ചുമ്മാ ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാട്ടെ ഇപ്പോൾ രാവിലെ ഷോർട്സ് ഒന്നും ഇടാത്തെ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ഉറക്കമായിരിക്കും, പിന്നെ ഷോർട്സ് ഇടാൻ സമയം കാണത്തില്ല. ഇന്നും കൂടെ ഉള്ള നൈറ്റ് ഡ്യൂട്ടി, അതുകഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടാം. ദിസ് ഈസ് മൈ സുണ്ട്രി മോൾ. എൻ്റെ തല എപ്പോഴും ചാരിഞ്ഞിരിക്കത്തില്ലൂടി പാറേ. നീ എന്താ പവി, എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാ? മോളെ എന്തോ എന്താടി എന്താടി മുത്തേ, എന്താടി ചക്കരെ ചക്കര പൊന്നേ, എന്റെ തങ്ക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളില്? സ്കൂളില് കുഴപ്പമില്ല. പിന്നെ വിശേഷമൊക്കെ പറ അങ്ങോട്ട്. ആ വിശേഷമൊക്കെ പിന്നെ എത്ര ജോലിയാ കിട്ടിയത്? ജോലിയാ? ആ എന്ത് ജോലി? എന്തുവാടി ജോലി? സബ്സ്ക്രൈബർ ആണോ നീ ഉദ്ദേശിച്ച? ആ 1000 സംതിങ്. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് എപ്പോ വന്ന്? ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് നേരമായി. എന്താണ് ഒരു വിഷമം? ഒന്നുമില്ല. പറ. ഇന്ന് പാറുട്ടിയുടെ കൂടെ കിടക്കുവാ? ആ കിടക്കാലോ. ഓ അതുട്ടി മോക്ക് എന്താകാൻ ആഗ്രഹം വലുതാവുമ്പം? എനിക്കിങ്ങനെ ഡാൻസ് പഠിപ്പിക്കാനും ഡാൻസ് കളിക്കാനൊക്കെ ഇഷ്ടം. ഡാൻസ് ടീച്ചർ ആണോ? പിന്നെന്തുവാ ഇഷ്ടം? ഡോക്ടർ? സിസ്റ്റർ? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സിസ്റ്റർ ആക്കത്തില്ല. ഞാൻ അത്രക്കും അടുത്ത സിസ്റ്റർ. നേഴ്സ് വേണ്ട, നേഴ്സ് വേണ്ട, വേറെ. പാറുവൊക്കെ ആരാ? എന്തുവാ ജോലി? എന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരെന്തുവാടി പറയുന്ന? നേഴ്സ്? നിനക്ക് നേഴ്സ് ആവണോ? നിനക്ക് ഞാൻ സമ്മതിക്കത്തില്ല നിനക്ക് നേഴ്സ് ആകാൻ കേട്ടാ. വേണ്ട, സമ്മതിക്കത്തില്ല ഞാൻ. നിനക്ക് കഷ്ടപ്പെടണ, എന്നെ പോലെ കഷ്ടപ്പെടണ. നിനക്ക് ഡാൻസ് അല്ലേ ഇഷ്ടം? നിനക്ക് ഡാൻസ് അല്ലേ ഇഷ്ടം? എനിക്ക് ഞാൻ എൻ്റെ ഇത് പറയുവാണേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡാൻസർ ആവണമെന്ന്. പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ റീൽസ് എടുക്കാനൊന്നും ഇവർ സമ്മതിക്കത്തില്ലായിരുന്നു, അച്ഛനും അമ്മയൊക്കെ. അതുപോലെ തന്നെ ഡാൻസിന് കേൾക്കുന്നുണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുവാണേ. അതുപോലെ ആണെങ്കിൽ ഡാൻസിന് ഇങ്ങനെ എൻ്റെ സ്കൂളിൽ ഞാൻ ഡാൻസ് പഠിച്ചപ്പോൾ ആ ടീച്ചറാണെങ്കിൽ ഇങ്ങനെ മറ്റേ യൂത്ത് ഫെസ്റ്റിവൽ അല്ലോ എന്തുവാ ഇങ്ങനെ നമ്മളിങ്ങനെ കലോത്സവത്തിന് എന്തോ ഇങ്ങനെ പോകത്തില്ലേ, അപ്പം ഞാനും എല്ലാത്തിനും ഇങ്ങനെ ചേരും കേട്ടാ. ഈ അമ്മയാണെങ്കിൽ സമ്മതിക്കത്തില്ല, അച്ഛനും സമ്മതിക്കത്തില്ല, രണ്ടുപേർക്കും ഇഷ്ടമല്ല ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അപ്പോഴേ എൻ്റെ ആ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടല്ലോ അന്നേ നശിച്ചു, ഇവരങ്ങ് കളഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുണ്ടല്ലോ ഇവളുടെ ആണെങ്കിൽ ഇവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പം ഞാൻ എപ്പോഴും മാമനോട് ഇങ്ങനെ പറയാം, മാമ അവളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കണം അല്ലേ. എനിക്കോ പറ്റിയില്ല, പക്ഷെ ഇവിടെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവളുടെ ഈ അമ്പലത്തിലൊക്കെ നമുക്ക് ഉത്സവമൊക്കെ വരാനായിട്ട് ഇവരുടെ ഫ്ലെക്സ്, ഇവളുടെ ഫോട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമെന്നറിയാവാ. കാരണം എനിക്ക് പറ്റാണ്ട് പോയത് അവളെ കാണാറുണ്ട്, എനിക്ക് അതുപോലത്തെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ് അത്. അതുകൊണ്ട് ഞാൻ പറയുമോ, നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ പോവുക, അല്ല ഇഷ്ടമല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യേണ്ടി വരും. അത് ആരാകും? അതും ആരാകും?
ഡാൻസർ. തൂട്ടിയുടെ ആണെങ്കിലേ ഞാൻ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും എൻ്റെ പൊന്നി ആ കൊച്ചല്ലേ ഇപ്പൊ വളർന്ന് വലുതായത്. ഞാൻ ഇവളുമായിട്ട് ഈ ടിക്ടോക്ക് ഉള്ള സമയമില്ലേ, ഞാൻ ഇവളുമായിട്ട് വീഡിയോസ് ചെയ്യും. ഇവിടെ കുഞ്ഞാണെങ്കിലും അന്നേ ഇങ്ങനെ കാണിക്കും. രസമായിരുന്നു. റെഡി അതും ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ടോ നിനക്ക്? ആ പാടൊക്കെ ഒരു ചോറൊക്കെ വാരി. ആരുത്തരും അതിട്ടിട്ട് ഡാൻസ് നല്ല ഭംഗിയാ കാണാൻ. കൊച്ചിലെയാ? ഉം.